ടെക് ലോകത്തെ വിസ്മയിപ്പിച്ച് തിരുവനന്തപുരം മീനങ്കരയിലെ 16 വയസ്സുകാരൻ ആദിത്യൻ. ഒളിക്യാമറ മുതൽ ഭൂകമ്പം വരെ മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള ആപ്പാണ് കൊച്ചുമിടുക്കൻ വികസിപ്പിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഹൈറേഞ്ച് എന്ന മൊബൈൽ ആപ്പ് ഇതിനോടകം തന്നെ 196 രാജ്യങ്ങളിൽ പ്രചാരം നേടിക്കഴിഞ്ഞു. അത്യാധുനിക സംവിധാനങ്ങളോ വിശാലമായ ലബോറട്ടറികളോ ഒന്നുമില്ല. ഒരു കുഞ്ഞൻ മുറിയിലിരുന്ന് കമ്പ്യൂട്ടറിൽ ആദിത്യൻ വികസിപ്പിച്ചതാണ് ഹൈറേഞ്ച് മൊബൈൽ ആപ്പ്. ഇതിനോടകം തന്നെ ഉയർന്ന റേറ്റിംഗ് നേടിയ ഹൈറേഞ്ച് ആപ്പ് ചില്ലറക്കാരനല്ല. കോർപ്പറേറ്റ് കമ്പനികൾ കോടികൾ മുടക്കി നിർമ്മിക്കുന്ന പ്രീമിയം ആപ്പുകളോട് കിടപിടിക്കുന്ന ഒരു ഓൾ ഇൻ വൺ സ്മാർട്ട് ടൂൾ കിറ്റ്. കോമ്പസ് ആണ്. ഇതിനകത്ത് നമുക്ക് നാവിഗേഷൻ സംവിധാനം ഓഫ്ലൈൻ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഗ്രാവിറ്റി അലൈൻമെന്റ് ആണ്. ഇത് നമ്മളെ ഉപരിതലം സമതലമാണോ എന്ന് നോക്കുന്ന ഒരു സെൻസറാണ്. പിന്നെ ഇത് മാഗ്നറ്റിക് ഫീൽഡ്, ഇതിനകത്ത് തന്നെയാണ് നമ്മൾ ഈ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും തരത്തിലുള്ള ഒളിക്യാമറ എല്ലാം ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. നമുക്ക് അതിനകത്ത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഡിവൈസ് അല്ലെ ഒരു ഒളിക്യാമറ ഉണ്ടെങ്കിൽ അതിൻ്റെ സെൻസർ ഇതിൻ്റെ ഈ വാല്യൂ ഹൈ ആവേ അവിടെ ചുവപ്പ് എത്തുകയും ചെയ്യും. അതിനർത്ഥം അവിടെ ഒരു ഒളിക്യാമറ പോലത്തെ ഒരു ഡിവൈസ് അതിന് എവിടെയായാലും എവിടെ ഉള്ള പ്രതലത്തിലായാലും പോലും നമുക്കിത് വർക്ക് ചെയ്യാൻ കഴിയും. നിരവധി ഇൻബിൽറ്റ് സെൻസറുകളെ ഉപയോഗപ്പെടുത്തി 8-ലധികം അത്യാധുനിക ടൂളുകളാണ് ഹൈറേഞ്ച് ആപ്പിൽ ആദിത്യൻ ഒരുക്കിയിരിക്കുന്നത്. പൂർണ്ണമായും ഓഫ്ലൈനിൽ പ്രവർത്തിക്കുന്ന ഹൈറേഞ്ച് ആപ്പ് സാഹസിക ട്രെക്കിങ്ങിന് പോകുന്നവർക്ക് വഴികാട്ടി കൂടിയാകും. ഇനി ഓഫ്ലൈനകത്ത് GPS ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാപ്പ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നിന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പൊസിഷൻ ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നടന്ന് മീൻസ് യാത്ര ചെയ്യാൻ തുടങ്ങി ആ പോണ റൂട്ടെല്ലാം ഓഫ്ലൈനകത്ത് ഈ ആപ്പ് റെക്കോർഡ് ചെയ്യുകയും അത് ഫോണിനകത്ത് തന്നെ സേവ് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിയതിനു ശേഷം തിരിച്ചു വരാനുള്ള റൂട്ട് നമുക്ക് ഈ ആപ്പ് ത്രൂ തന്നെ നമുക്ക് തിരിച്ചെത്താൻ കഴിയും. ഈ ആപ്പ് എല്ലാം വർക്ക് ചെയ്യാൻ ഫുള്ളി ഓഫ്ലൈൻ ആയതുകൊണ്ട് തന്നെ നെറ്റോ മറ്റു തരത്തിലുള്ള ഒരു ആവശ്യമില്ല. GPS ത്രൂ ആണ് ഈ ആപ്പ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നെറ്റില്ലാത്ത തരത്തിൽ പോലും ഈ ആപ്പ് വർക്ക് ചെയ്യും. ആപ്പിലെ ഓഡിയോ സെൻസർ വഴി അപകടകാരികളായ മൃഗങ്ങളെ വരെ മനസ്സിലാക്കാം. ഇത് ഈ സൗണ്ട് അളക്കാണ്. മീൻസ് നമ്മൾ സൗണ്ട് പുറപ്പെടുവിക്കുന്ന അനുസരിച്ച് മാത്രമേ എൻ്റെ വാല്യൂ കൂടുള്ളൂ. അപ്പോൾ നമ്മൾ മിണ്ടായിരുന്ന അത് ഡൗൺ ആവുകയും നമ്മൾ സംസാരിക്കുന്നതനുസരിച്ച് അത് അപ്പാവുകയും ചെയ്യും. അത് എത്ര ഡെസിമലാണെന്ന് കാണിക്കും. അതെ സൗണ്ട് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാനും അത് എത്രത്തോളം ഡെസിമൽ ആണെന്നും കണ്ടുപിടിക്കാൻ കഴിയും. സ്വന്തമായി കോഡിംഗ് ചെയ്ത് ദിവസങ്ങളോളം കാത്തിരുന്ന് ആദിത്യനുണ്ടാക്കിയ ആപ്പ് ഇതിനോടകം തന്നെ ടെക് കമ്മ്യൂണിറ്റികൾക്കിടയിൽ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. 4.5 വയസ്സുവരെ സംസാരശേഷി ഇല്ലാതിരുന്ന ആദിത്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം മമ്മൂട്ടിയെ നേരിൽ കണ്ട് തന്റെ ആപ്പ് പരിചയപ്പെടുത്തണമെന്നാണ്. മീനാങ്കൽ ട്രൈബൽ സ്കൂളിലാണ് ആദിത്യൻ 10ാം ക്ലാസ് വരെ പഠിച്ചത്. ദിവസങ്ങൾക്കുള്ളിൽ ഹൈ റേഞ്ചിലേക്ക് എത്തിയ ആദിത്യൻ ഇപ്പോൾ അടുത്ത പരീക്ഷണങ്ങളുടെ തിരക്കിലാണ്. 16ാം വയസ്സിൽ ഈ കുഞ്ഞു മുറിയിൽ നിന്ന് ആദിത്യൻ കണ്ടെത്തിയ ഈ ആപ്പ് നാളെ ലോകത്തിന് വലിയൊരു അത്ഭുതമായിരിക്കും. ക്യാമറമാൻ അജിത്തിനൊപ്പം അഞ്ജു എസ് ബാലൻ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.